വെൽക്കം ബാക്ക് ടു ഡിപ്ലോയിങ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്. അതായത് ക്യാൻ എ റിലേഷൻഷിപ്പ് വിത്തൗട്ട് സെക്സ് ലാസ്റ്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് ഇൻ എ മാരീഡ് ലൈഫ്. ദാമ്പത്യത്തിൽ സെക്സിൻ്റെ സ്ഥാനം, അതായത് ഇമ്പോർട്ടൻസ് പ്രധാനമാണോ, സെക്സാണോ പ്രധാനം, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ബന്ധം മുറിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ആ ബന്ധം രണ്ടാൾ തമ്മിൽ അകന്നു പോകുമോ, ഇതൊക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന സെക്സാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതല്ല. കാരണം ഒരു ലൈഫ് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്സാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതാൻ പാടില്ല. ഒരു സ്ട്രോങ് ആകാൻ, ഒരു ബന്ധം സ്ട്രോങ് ആകാൻ, ഒരു നല്ല ബന്ധം നീണ്ടു പോകാൻ, അത് ആസ്വദിക്കാനും സെക്സ് വേണം. പക്ഷേ സെക്സ് മാത്രമാണ് ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന ധാരണ തെറ്റാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും രണ്ട് തലമാണ്. അപ്പോൾ സെക്സ് വേണം, അതോടൊപ്പം പല പല കാര്യങ്ങളും ഉണ്ട്. സെക്സ് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് സെക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, അതൊരു ബന്ധപ്പെടലാണ്. ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധപ്പെടലാണ്, അല്ലേ? അതാണ് സെക്സിൽ പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേരൽ, കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർ അത് ആസ്വദിക്കുന്നു, ജീവിതം ആസ്വദിക്കുന്നു. അതിലൊരു ഭാഗം സെക്സും കൂടിയുണ്ട്. അപ്പോൾ സെക്സ് എന്ന് വെച്ചാൽ മുറിയിൽ എന്ത് ചെയ്താലും അതൊരു ഫിസിക്കൽ ഇൻറ്റിമസി ആണ്. അടച്ചിട്ട മുറിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ത് ചെയ്താലും അതൊരു ഫിസിക്കൽ ഇൻറ്റിമസിയുടെ ആക്കം കൂട്ടാണ് ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ ഇൻറ്റിമസി മാത്രം പോരാ, അയാളുടെ മാനസികമായ തലങ്ങളും കൂടെ നമ്മൾ രണ്ടുപേരുടെയും നോക്കണം. എങ്കിലേ നമുക്ക് സെക്സ് ഒരു ആസ്വദിക്കാനും അത് നീണ്ടു പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ സെക്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലൈഫിൽ. എല്ലാവരുടെ ജീവിതത്തിൽ സെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റെസ്പെക്റ്റ് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. റെസ്പെക്റ്റ് ഈച്ച് അതർ. രണ്ടുപേരും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. സെക്സ് എപ്പോഴും പലതും പ്രൊമോട്ട് ചെയ്യും. അതായത് ലവ്, അഫെക്ഷൻ, അതേപോലെ കെയറിങ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഈ ലവ് എല്ലാം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ റെസ്പെക്റ്റും കൂടെ ഉണ്ടായാലാണ് ഇതൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചിലവില്ല, റെസ്പെക്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ സെക്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാലും സെക്സ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവില്ല. ഇനി എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഈ സെക്സ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ, അറിയാറില്ല ആരും. സെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ലൈഫ് ലോങ് അത് ഈ കാര്യങ്ങളും കൂടെ നമുക്ക് സെക്സിൽ കൂടെ കിട്ടുന്നു. അല്പനേരത്തെ ഒരു സന്തോഷം മാത്രമല്ല, അതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ശാരീരികമായും മാനസികമായും കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സെക്സ് റെഡ്യൂസസ് ആങ്സൈറ്റി, ഉത്കണ്ഠ, അത് നമുക്ക് ഇല്ലാതാകും. അതേപോലെ ഡിപ്രഷനിൽ വിഷാദത്തിലേക്ക് പോകൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്സ് പ്രൊമോട്ട് ചെയ്യും. സെക്സ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതുവഴി രണ്ടാമതായിട്ട് റിലേഷൻഷിപ്പ് ഒരു വിശ്വാസമായ ട്രസ്റ്റ് ഉണ്ടാക്കും. തമ്മിലൊരു ട്രസ്റ്റ്, ദമ്പതികളിൽ ഒരു ട്രസ്റ്റ്, പരസ്പര വിശ്വാസം ഉണ്ടാകും. അതും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്സ് സാധാരണ വെറുതെ ഒരു ഇത് കാര്യമല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി മൂന്നാമതായിട്ട് സ്ട്രെസ് ഇല്ലാതാക്കും. ഇപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സ്ട്രെസ്സിൻ്റെ കാലഘട്ടമാണ്. എപ്പോഴും എന്തിനും സ്ട്രെസ്സ്. ഭക്ഷണം കഴിക്കാഞ്ഞാൽ സ്ട്രെസ്സ്, ഭക്ഷണം കഴിച്ചാൽ സ്ട്രെസ്സ്, മരുന്ന് കഴിച്ചാൽ സ്ട്രെസ്സ്, മരുന്ന് കഴിച്ചില്ലെങ്കിൽ സ്ട്രെസ്സ്, സെക്സ് ചെയ്തില്ലെങ്കിൽ സ്ട്രെസ്സ്, ചെയ്താൽ സ്ട്രെസ്സ്, അങ്ങനെ. അപ്പോൾ ഇതൊരു മെഡിസിൻ പോലെയാണ്. സ്ട്രെസ് ഇല്ലാതാക്കാൻ സെക്സിന് കഴിയും. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതൊന്നും അറിഞ്ഞിരിക്കാം.
പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതാവല്ലേ, കൂടുതലും അടുപ്പം കുറയും. അപ്പം അതുകൊണ്ട് സ്ട്രെസ്സ് ഇല്ലാതിരിക്കാൻ സെക്സ് നല്ല കാര്യം തന്നെയാണ്. ഈ നാലാമതായിട്ട് സെക്സ് നിങ്ങളുടെ ഇൻറ്റിമസി വർദ്ധിക്കും. അതുകൂടാതെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടെ അത് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ സെക്സ് ചെയ്യുന്നതുകൊണ്ട്. ഇനി ഈ സെക്സ് നമ്മൾ പരസ്പരം അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ഇൻറ്റിമസിയും കൂടെ, അതായത് പുറത്ത് നമ്മളുടെ മറ്റുള്ളവരായിട്ടുള്ള അതും കൂടും. പുറത്തുള്ള ഇൻറ്റിമസിയും കൂടെ കൂടും. അതായത് സ്നേഹബന്ധം, റിലേഷൻഷിപ്പ്, അത് മറ്റുള്ളവരോടുള്ള അപ്രോച്ചൊക്കെ നന്നായിരിക്കും. അല്ലെങ്കിൽ ചിലർ കണ്ടില്ലേ, അത് കിട്ടിയില്ല ഞാൻ ഭയങ്കര ദേഷ്യം, ഒച്ച, ബഹളം, അങ്ങനെ അതുകൊണ്ട് അത് ശാന്തമാക്കുക വരെ. ഇനി മെൻ്റൽ ഹെൽത്ത്, അത് മാനസികമായിട്ട് നല്ല ഉഷാറാവും, നല്ല തലത്തിലായിരിക്കും അവർ. ദേഷ്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മെൻ്റൽ ഹെൽത്തും. പിന്നെ ഗുഡ് സ്ലീപ്പ്, ഇതൊരു സ്ലീപ്പിംഗ് ഡോസ് പോലെ ചിലർ ആവർത്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും രാത്രി ചെയ്യുന്നത്. അതായത് സ്ലീപ്പിംഗ് ഡോസ്, അത് കഴിഞ്ഞാൽ നന്നായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ കഴിയും. അപ്പോൾ അത് ഉറക്കത്തിന് നല്ലതാണ്. പിന്നെ നിങ്ങൾ നല്ല ചെറുപ്പവും എനർജറ്റിക് ആവാൻ സഹായിക്കും. ചുറുചുറുക്കുള്ള ആളുകളായിട്ട് മാറും. സെക്സിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത്തിരി ചുറുചുറുക്കൊക്കെ കൂടുതലായിരിക്കും. പിന്നെ നമ്മളുടെ ഈ ഫിസിക്കൽ ഇൻറ്റിമിറ്റി പ്രൊമോട്ട്സ് കെമിസ്ട്രി, അതും പ്രധാനപ്പെട്ടാണ്. കെമിസ്ട്രി നമ്മളുടെ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ക്ലാഷസ് ഉണ്ടല്ലോ, കോറലിങ്, അതിനൊക്കെ ഒരു പരിഹാരമായി തന്നെ നമുക്കിത് തോന്നും. മാനസികമായും ശാരീരികമായി സെക്സ് ഒരാൾക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെക്സിൽ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ സെക്സ് ഒരു സാധാരണ കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും, ഇപ്പോൾ ഞാൻ 50കളിലും ചെയ്ത് 80കളിലും ചെയ്ത് സെക്സിൻ്റെ കാര്യങ്ങളെപ്പറ്റി നല്ല ഒരു റെസ്പോൺസ് കിട്ടി. അത് ചെറുപ്പക്കാരായ യുവാക്കളും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ വെറുതെ ഒരു സെക്സ് എന്ന് പറഞ്ഞത് തമ്മിലുള്ള ഒരു ബന്ധം അതല്ല. അതിൽ നിന്ന് പലതും നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്കിലേ ഒരു സ്മൂത്ത് ആൻഡ് നല്ലൊരു അന്തരീക്ഷവും അതിൽ കൂടെ അവർക്ക് ലോങ് ലൈഫ് സാധ്യമാവുള്ളൂ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൊടുക്കുക. നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.